ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്, എൻ്റെ മക്കളും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, എനിക്ക് കുറച്ച് അധികം പൂക്കളുണ്ടായി. ഇത് ഉണങ്ങിപ്പോകുമെന്ന് വിചാരിച്ച ഒരു ചെടിയായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിലായിരുന്നപ്പോഴെന്നല്ല, ഇപ്പോൾ വീട് വിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലാണെന്ന്, ഒരു രക്ഷയില്ല. ഡയറക്റ്റ് വെയിലടിക്കുന്നതുകൊണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല, മക്കളൊക്കെ ഇങ്ങനെ ഉണങ്ങി പോകുന്നത് കേട്ടോ. അതുകൊണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. പക്ഷേ എൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടി ഞാൻ വീട്ടിൽ വന്നപ്പം എനിക്ക് നല്ല കുറച്ച് അധികം ഫ്ലവറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയതായിട്ടുണ്ടായിരുന്ന ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ രൂപത്തിന് വെച്ച് കൊടുക്കും കേട്ടോ. എല്ലാവർക്കും വെച്ച് കൊടുക്കും, സകല ഈശ്വരന്മാർക്കും ഞാൻ വെച്ച് കൊടുക്കും. കാരണം എനിക്കതൊരു വിശ്വാസമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഇങ്ങനെ പൂക്കളുണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തു, പിന്നെ നല്ല രീതിയിൽ പൂക്കളുണ്ടായി. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളുടെ ആ ഒരു വിശ്വാസം, നമ്മൾ എന്തും വിശ്വസിച്ചിട്ട് നമ്മളങ്ങനെ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നടക്കും. നമ്മുടെ നാവിന് പ്രത്യേക ഒരു ശക്തി ഉണ്ടല്ലോ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അതിനുശേഷം നമ്മളുടെ ചായയുടെ ആ മട്ടില്ലേ, ആ സംഭവം വന്നിട്ട് ഞാനിപ്പോൾ ചെടികൾക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ റോസിന് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അല്ലാതെ വൈകുന്നേരമൊക്കെ ആകുമ്പം ബാക്കിയുള്ള മട്ട് വേറെ കുറച്ച് എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഓരോ ദിവസം 2 പേർക്ക് കൊടുക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പം ചായയുടെ മട്ടിൻ്റെ കാര്യം തീരുമാനമായല്ലോ, അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലം കിട്ടി. പിന്നെ നമ്മുടെ എഗ്ഗിൻ്റെ ആണെങ്കിൽ നമ്മുടെ ഇൻസിൻറേറ്ററിലിട്ട് കത്തിച്ച് കളയും. എഗ് ഷെല്ലും അതേപോലെ ചിക്കൻ ബോൺ എൻ്റെ മക്കൾക്ക് കൊടുക്കും. രാത്രി ആകുമ്പോൾ കുറേ സ്ട്രേ ഡോഗ്സ് ഇവിടെ വരും കേട്ടോ. അതിൽ ഭയങ്കര സ്നേഹമുള്ളവരൊക്കെ ഉണ്ട്. ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എനിക്ക് പട്ടീനെ. ഇപ്പം ഒരു 20% പേടി പോയി. കാരണം മനുഷ്യരെക്കാട്ടിലും നമുക്ക് വിശ്വസിക്കാമല്ലോ പട്ടികളെ. എല്ലാവരും പറയുന്ന കാര്യമല്ലേ, ശരിയാട്ടോ. പട്ടിക്ക് ഒരു പ്രാവശ്യം ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 14 വർഷം വരെ പട്ടി നമ്മളെ മറക്കില്ല. മനുഷ്യരങ്ങനെയല്ലല്ലോ, ഇന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവിടെ തീർന്നു. അതുകൊണ്ടിട്ട് എൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ള, ഇപ്പം ചിക്കൻ എപ്പോഴും ഉണ്ടാക്കാറില്ല, ചിക്കൻ്റെ ബോൺ അങ്ങനെ ഞാൻ മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ആദ്യത്തെ വിശേഷം. ഇവക്കുട്ടിയൊക്കെ പോയി. അപ്പോൾ ഞാൻ പതുക്കെ നമ്മുടെ വിൻഡോസും കാര്യങ്ങളൊക്കെ ബ്ലൈൻഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിടും. അതിനുശേഷം ഈ ലൈറ്റൊക്കെ ഞാനൊന്ന് ഓഫ് ചെയ്തിടും കേട്ടോ. നല്ല വെട്ടം കിട്ടും. രാവിലെ കിട്ടുന്ന വെട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹോൾ ഡേ എനർജി കിട്ടും. രാവിലെ എപ്പോഴും നമ്മൾ നല്ല പോസിറ്റീവ് ആയിട്ട് എണീറ്റിരിക്കുമ്പോൾ നമുക്ക് ഹോൾ ഡേ നല്ല എനർജി ആയിരിക്കുമല്ലോ. അതിനുശേഷം ഞാൻ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യാൻ പോയി ഇരിക്കാറുണ്ട് കേട്ടോ. സമാധാനമുള്ള ദിവസങ്ങളിൽ ഞാൻ കൂളായാൽ മാത്രമേ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. അപ്പോൾ എനിക്കിങ്ങനെ വിഷമിച്ച് കരയുന്നൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആകുമ്പം എൻ്റെ ഹാപ്പിനെസ് ഞാൻ ഇവിടെയും ഷെയർ ചെയ്യും, അത്രയേ ഉള്ളൂ. ഹലോ. അപ്പം ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ച് അത്ഭുതം സംഭവിക്കാനൊന്നുമില്ല. റാഗി പുട്ടും ഉണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ മിക്സഡ് വെജിറ്റബിൾ മെഴുക്കുവരട്ടി കേട്ടോ. ഇതിൽ വന്നിട്ട് എന്തൊക്കെയാണ് ഉള്ളത്, വെണ്ടയ്ക്കുണ്ട്, അച്ചിങ്ങയുണ്ട്, പിന്നെ വന്നിട്ട് കോവയ്ക്ക ഉണ്ട്. എന്നിട്ട് ഇതും ഒരു റാഗി പുട്ടും, പിന്നെ 2 വേണ്ട, ഒരു കോഴിമുട്ട. അടുത്ത കോഴിമുട്ട നമുക്ക് പിന്നെ കഴിക്കാം. അതും ഒരു പപ്പടവും കൂടി ആവാം എന്ന് കരുതി. സെറക്കുട്ടി ഉറക്കമാണ്. സെറക്കുട്ടിനെ ഞാൻ ഇന്നും വിട്ടിട്ടില്ല. ഇന്നാണ് അവളുടെ നെബുലൈസേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിടാമെന്ന് കരുതി. ഓക്കെ, ഇത് മോർണിംഗ് നെബുലൈസേഷൻ മിസ്സാവുമല്ലോ, ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കട്ടെ. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഓക്കെ, പിന്നെ നമുക്ക് വന്നിട്ട് ഇനിയിപ്പം മാറ്ററിലേക്ക് വരാം. കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ ചങ്ക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പറയേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നോട് ജിതേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഹോദരൻ ചോദിച്ചൊരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ട്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ എടുത്തിരിക്കുന്നത് നിവാബൂപ്പയാണ് കേട്ടോ. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുവാണ്. ഞാൻ പൊതുവെ ഇൻഷുറൻസ് എല്ലാം പേടിയായിരുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം മിക്കതും തട്ടിപ്പാണെന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഞാൻ നിവാബൂപ്പ എടുത്തിട്ട് 3 പ്രാവശ്യം ഇപ്പം ഞങ്ങൾക്ക് ക്ലെയിമിൻ്റെ ആവശ്യം വന്നായിരുന്നു. ജൂണിൽ വന്നായിരുന്നു, ജൂലൈയിൽ വന്നായിരുന്നു, ഓഗസ്റ്റിൽ വന്നായിരുന്നു. നല്ല ഐശ്വര്യം ഉണ്ടല്ലേ. 1 ലക്ഷം ഏകദേശം ആയായിരുന്നു ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ആയിട്ടുള്ള ചിലവും കാര്യങ്ങളും എല്ലാം കൂടെ, റൂം റെൻറ്റും കാര്യങ്ങളും എല്ലാം കൂടെ, ഈ 3 കാര്യത്തിനും കൂടെ 1.25 ലക്ഷത്തിന് എബവ് ആയിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് 4-5 ദിവസം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഈ 1.25 ലക്ഷവും നമുക്ക് ഒരു ഫുഡ് ആൻഡ് ബീവറേജസ് അടക്കം കവേർഡ് ആവുന്ന ഒരു ഇൻഷുറൻസ് ആണ് കേട്ടോ. പിന്നെ
കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിറിഞ്ചസ്, മാസ്ക്, അങ്ങനത്തെ ഉള്ള ഐറ്റംസൊക്കെ ചില ഇൻഷുറൻസിൽ നമ്മൾ കവേർഡ് ആവത്തില്ല. പക്ഷേ നിവാബൂപ്പ അങ്ങനെയല്ല. നിവാബൂപ്പയുടെ ക്യാഷ്ലെസ്സിൽ അതെല്ലാം കവേർഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിവാബൂപ്പയെ പറ്റി മോശമൊന്നും പറയാനില്ല കേട്ടോ. പക്ഷേ എന്നോട് ജിതേഷ് പറഞ്ഞായിരുന്നു വൈഫിൻ്റെ പേരിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഫാമിലി, ഇപ്പോൾ നമ്മൾ ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ്, വൈഫ്, 2 കുട്ടികൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൽഡർ മെമ്പറുടെ പേരിലായിരിക്കും എടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഒന്ന് അന്വേഷിക്കണം. അതിപ്പം ഏത് ഇൻഷുറൻസ് ആണെങ്കിലും ഒന്ന് അന്വേഷിക്കുക കേട്ടോ. പിന്നെ നല്ല പ്രായത്തിൽ തന്നെ എടുക്കാൻ നോക്കുക. കാരണം ലേറ്റ് ആവും തോറും പ്രീമിയം എമൗണ്ട് നല്ല രീതിയിൽ കൂടും. അപ്പം ഇത് ഞങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഞങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. എൻ്റെ മക്കൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് തന്നു. അതുകൊണ്ട് നിവാബൂപ്പ എനിക്ക് വിശ്വസിച്ചിട്ട് എനിക്കിപ്പോൾ ഇത്ര നാൾ നല്ലൊരു അനുഭവമാണ്. ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. എന്നാലും അവരുടെ ആ ഒരു നമ്മളായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ പക്ക ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ എനിക്ക് നിവാബൂപ്പ സജസ്റ്റ് ചെയ്ത് തന്നത് വേറെ ആരുമല്ല, ഒരു ബാങ്ക് മാനേജർ തന്നെയാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഞാനത് എടുത്തത്. അപ്പോൾ എൻ്റെ ഇൻഷുറൻസ് അപ്പം ഇതാണ് സംഭവം കേട്ടോ. പിന്നെ അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ ലെങ്ത്ത് ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞിട്ട് വേറൊരു ബ്രദർ എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പം എനിക്ക് വീഡിയോ വേണം, ബാക്ക്ഗ്രൗണ്ട് വീഡിയോ വേണം. അതുകൊണ്ടിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ബന്ധമില്ലാത്ത മോളുടെ ഓണത്തിൻ്റെ റീൽസ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ലെങ്ത്ത് കൂടി വരുന്നത്. അപ്പോൾ അത് ഞാൻ വളരെയധികം പരിഗണിച്ചിട്ട് ഈ പ്രാവശ്യത്തെ വീഡിയോൻ്റെ ലെങ്ത്ത് വളരെയധികം ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെ സുന്ദരിയായിട്ട് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് പോകാനാണെന്ന് വിചാരിച്ചു അല്ലേ? അല്ല, നമുക്ക് മേളിൽ ചെന്നിട്ട് കുറച്ച് കത്തിക്കാനുണ്ട്. ഹോസ്പിറ്റൽ ഡേയ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇത് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ നല്ല തീ വെയിലായതുകൊണ്ടിട്ടാണ് ഞാൻ നമ്മളുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തത്. പിന്നെ നമ്മുടെ ഫുഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കരുതി ഓണമെല്ലാം കഴിഞ്ഞുകൊണ്ടുണ്ടല്ലോ പോക്കറ്റ് കാലിയായിട്ടിരിക്കുവാണ്. അപ്പം എനിക്ക് ഇനിയിപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന സേവിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന് വേണ്ടി പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യണില്ല. തൽക്കാലത്തേക്ക് നമ്മളൊന്ന് മാനേജ് ചെയ്യുന്നുണ്ട് സംഭവങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോലെ തന്നെ ഇൻസിഡറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലത് കളയാനുള്ളത് അപ്പുറത്ത് ഇപ്പം യൂസ് ചെയ്യാത്തൊരു പറമ്പിൽ ഇടുന്നുണ്ട് തൽക്കാലത്തേക്ക്. അതായത് വളരെ കുറച്ച്. എനിക്കാണെങ്കിൽ പറഞ്ഞതുപോലെ പച്ചക്കറി ആയതുകൊണ്ടിട്ട് ഒരു 2 ദിവസം അല്ലെങ്കിൽ ഇപ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഇടണ്ട, അങ്ങനെയാണ് ഞാൻ ഇടാറുള്ളത്. പിന്നെ ആ മറ്റേ സ്മെല്ല് വരാതിരിക്കുന്ന പൊടിയും കൂടി അതിലിടും. അപ്പോൾ കുഴപ്പം ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം എന്ന് കരുതി. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ബഡ്ജറ്റ് ആകുമ്പോൾ നമ്മൾ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പം വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇപ്പോൾ ഞാനൊന്നും പറയാത്തത്. പിന്നെ നാലാമത്തെ കാര്യം നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ വേറൊരു ഡോക്ടർ അദ്ദേഹം എന്നോട് പറഞ്ഞായിരുന്നു മോളുടെ ഹോം നെബുലൈസേഷൻ റിസ്ക്കാണ്. ശരിയാണ് കേട്ടോ, ഇൻഫെക്ഷന് ചാൻസ് ഉണ്ട്. ഞാനത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. സാർ വളരെയധികം നല്ലൊരു എന്താ പറയുക ഇൻസ്ട്രക്ഷനാണ് എനിക്ക് തന്നത് കേട്ടോ. നല്ലൊരു ഇൻഫർമേഷനാണ് സാറ് ഷെയർ ചെയ്തത്. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ അലർജിക് മരുന്ന് എടുക്കുന്നുണ്ടെങ്കിലും അലർജി ടെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതും എനിക്ക് നല്ലൊരു അഡ്വൈസ് തന്നെയാണ് തന്നത്. ഞാനപ്പോൾ അത് മറുപടി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്തരം അഡ്വൈസസ് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എന്താണ്, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. കണ്ടില്ലേ, മടിയൻ മല ചുമക്കും എന്ന് എൻ്റെ വീട്ടിലുള്ളവർ പണ്ട് പറയുമായിരുന്നു. അപ്പം ഞാൻ കരുതുമായിരുന്നു എന്ത് മല ചുമക്കാൻ. പക്ഷേ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ കിട്ടുന്ന പണി കണ്ടില്ലേ. നമ്മൾ 2-3 ദിവസം, ഒരു 4 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ളൂ. ഈ വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ ആയതുകൊണ്ടിട്ടല്ലോ ഈ അലക്കലാണേ ഞാൻ. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമി ആകുമ്പം നമുക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഇതൊക്കെ ഇനിയിപ്പം മടക്കി. പിന്നെ സോളാറും ഉള്ളത് കൊണ്ടിട്ട് ഈ പറഞ്ഞ ടെൻഷനില്ല, കറണ്ട് ബില്ല് കൂടുന്നുള്ള ടെൻഷനില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അലക്കി കൂട്ടുക. പക്ഷേ ഈ മടക്കി വരത്തില്ലല്ലോ വാഷിംഗ് മെഷീനിൽ. അഹങ്കാരമല്ല കേട്ടോ, വയ്യ എനിക്ക് എല്ലാം കൂടി ചെയ്യാനകത്ത് തന്നെ. അപ്പോൾ അത്രയും ദിവസം ഹോസ്പിറ്റലിലെ തുണികളും അല്ലാണ്ട് വീട്ടിലുണ്ടായിരുന്ന തുണികളെല്ലാം കൂടി കഴുകി വന്നപ്പോൾ ഉണ്ടായ അവസ്ഥയാണ് ആ കണ്ടത്. എല്ലാം മടക്കി വെച്ചു, കുട്ടികളുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തു. പിന്നെ നമ്മളുടെ ഗരം മസാല. എനിക്ക് മസാലയുടെ കാര്യത്തിൽ മാത്രം ഞാൻ റിസ്ക് എടുക്കത്തില്ല. ഞാൻ വീട്ടിൽ തന്നെ, അതായത് നമ്മളുടെ കൂട്ട് വാങ്ങിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. ഇപ്പം നല്ല വെയിലുണ്ടല്ലോ, എന്നിട്ട് ഞാൻ ഇപ്പം നമ്മളുടെ ഗ്യാസിലിട്ട് തന്നെയാണ് ഞാൻ ട്രൈ ചെയ്തത്. സമയം ഉണ്ടായിരുന്നില്ല. അല്ലാത്ത സമയത്താണെങ്കിൽ ഞാനിങ്ങനെ പുറത്ത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നല്ല വെയിലാണല്ലോ ഇവിടെ, നല്ല രീതിയിൽ അത് ഡ്രൈഡ് ആയിട്ട് കിട്ടും. അതിനുശേഷം പൊടിച്ച് ഉണക്കിയെടുക്കും. നമുക്കിത് ഇനി അടുത്ത പരിപാടിയുണ്ട്, അതുകൊണ്ടിട്ടാണ്. അതിനുശേഷം ഞാൻ കുറച്ച് നേരം നമ്മുടെ വീടൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം സ്റ്റെപ്പിൽ ഞാൻ പൊടി കണ്ടു. പിന്നെ മുകളിൽ അപ്സ്റ്റെയറൊക്കെ ഞാൻ അടിച്ച് വന്നതാണ്. പിന്നെ താഴെയും കൂടെ ഒന്ന് മോപ്പ് ചെയ്തു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള കുക്കർ റൈസ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിങ്ങനത്തെ റെസിപ്പിയൊക്കെ സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു 10
to 15 മിനിറ്റ്സ് മാക്സിമം സംഭവം റെഡിയാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെയ്യും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അവർക്ക് ഹെൽത്തിയുമാണല്ലോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സഡനായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 10 മിനിറ്റ്സ് ചിക്കൻ കറി. കുട്ടികൾക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടതല്ലേ. അപ്പം അതും ഓക്കെ, എല്ലാം ഒരു തട്ടിപ്പാണ്, ഒരു ഒപ്പീരാണ് കേട്ടോ. പിന്നെ കുട്ടികൾ സഹകരിക്കുന്ന കുട്ടികളായതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ അവരെന്നേ ഈ വീട്ടിൽ നിന്ന് എടുത്ത് പുറത്തെറിഞ്ഞേനെ. അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. വീഡിയോൻ്റെ ലെങ്ത്ത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്താ പറയാനുള്ളത്, എല്ലാവരും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ പറയും. പിന്നെ ഒരു 5th കമൻറ്റും കൂടെ ഞാൻ പറയുവാണേ. കഴിഞ്ഞ വീഡിയോയിൽ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ടൈറ്റിൽ വേറെ ഏതൊക്കെയോ ഭാഷയായി പോകുന്നുണ്ടല്ലേ. അത് ഈ യൂട്യൂബിലുള്ള പുതിയൊരു അപ്ഡേഷനാണ്, ഓട്ടോ ഡബ്ബിംഗ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പം മംഗ്ലീഷിലിടുമ്പോൾ അത് വേറെ എന്തൊക്കെയോ ആയി പോകുന്നു. അപ്പം ഞാൻ എന്തായാലും ഇനിയിപ്പോൾ വീഡിയോൻ്റെ ടൈറ്റിൽ എന്താണ് ഞാൻ വീഡിയോൻ്റെ കൂടെ തന്നെ പറയാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നില്ല വ്യക്തമാകുമെന്ന്. അപ്പോൾ ഓക്കെ, അപ്പം അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് സംഭവിച്ചത് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു, ടൈറ്റിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഓക്കെ, വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ്, ഹൈപ്പ് ദ വീഡിയോ, ഷെയർ ആൻഡ് സപ്പോർട്ട്. ബൈ, സീ യു.